സംസ്ഥാനത്ത് കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പത്തനംതിട്ട ജില്ലയിലാണ്. 104.5 മില്ലിമീറ്റർ മഴയാണ് പത്തനംതിട്ട വെൺകുറിഞ്ഞിയിൽ പെയ്തത്. ഇടുക്കി ഉടുമ്പന്നൂരിൽ 103 മില്ലിമീറ്റർ മഴയും പെയ്തു. രജീഷ് നരിക്കുനി തിരുവനന്തപുരത്ത് വിവരങ്ങൾ അയച്ചിരുന്നു. രജീഷ്, അതായത് മലയോര മേഖലകളിൽ നല്ല മഴ പെയ്യുകയാണ് എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? തീർച്ചയായും അജിംസ്, മലയോര മേഖലകളിൽ തന്നെ ശക്തമായ മഴ തുടരുകയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് പ്രകാരം 10 ജില്ലയിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലയിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു. നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. യെല്ലോ അലർട്ടുകൾ പല ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും മണിക്കൂറുകളും മഴ തുടരും. 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലെ റാന്നിയിലാണ്. ഇപ്പോൾ റാന്നിയിലെ SHO പ്രജി ശശി നമുക്കൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി? പല സ്ഥലങ്ങളിലും വെള്ളം കയറി. നമുക്കറിയാം സെന്റ് മേരീസ് സ്കൂളാണ് കാണുന്നത്. അതിന്റെ ഒന്നാമത്തെ നില മുഴുവൻ വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ കഴിഞ്ഞ രാത്രി മുഴുവൻ മഴയായിരുന്നു. ആ മഴയ്ക്ക് ശേഷം ഇപ്പോഴാണ് അല്പം വെയിലുണ്ടായത്. ഇപ്പോൾ രാത്രി മഴ കടുത്ത സമയത്ത് തന്നെ പമ്പ മേഖലയിൽ, അതായത് പമ്പയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളെല്ലാം മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനുകൾ ചിറ്റാറ്, മൂഴിയാറ്, തണ്ണിത്തോട്, പമ്പ, പെരുന്നാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൃത്യമായിട്ട് അലർട്ട് നമ്മൾ സ്വീകരിച്ച് അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രാത്രി തന്നെ ഒരു മണിയോടുകൂടി തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും ഈ റാന്നി റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം അലർട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസിൻ്റെ നേതൃത്വത്തിൽ അനൗൺസ്മെൻറ്റും സൈറൺ മുഴക്കി ആൾക്കാരെ അലർട്ട് ചെയ്യുന്ന രീതിയിലെല്ലാം ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനുമുള്ള നിർദ്ദേശങ്ങൾ രാത്രി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും വളരെ അലർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം മഴ കുറച്ച് തോന്നിട്ടുണ്ട്. എങ്കിലും ഡാം ചെറുതായിട്ട് തുറന്നിട്ടുണ്ട്, 15 സെൻറ്റിമീറ്ററിന് തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് ഒരു 1-2 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ റാന്നി മേഖലയിലേക്ക് വരത്തുള്ളൂ. അപ്പം അതനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം ഉയരാനുള്ള സാധ്യതയാണ് വീണ്ടും കാണുന്നത്. അത് അലർട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. എല്ലാ രീതിയിലും പോലീസും ജില്ലാ ഭരണകൂടവുമായിട്ടെല്ലാം ഒത്തുചേർന്നാണ് ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ പല ഇടറോഡുകളടക്കം പലതും വെള്ളം കയറി യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പം മെയിൻ റോഡ് മാത്രമാണ് വലിയ ബുദ്ധിമുട്ടില്ല. പുല്ലൂർ മൂവാറ്റുപുഴ ഹൈവേയിലാണ് നിലവിൽ ഗതാഗതം പൂർണ്ണമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഇടറോഡുകളെല്ലാം ചെറിയ രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണ്. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ചില റോഡുകൾ നമ്മൾ പൂർണ്ണമായിട്ടും ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒരു വെള്ളം ഉയരാനുള്ള സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായിട്ടും 15 സെൻറ്റിമീറ്ററിൻ്റെ ഡാം തുറന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എത്താൻ ഒരു 2 മണിക്കൂറിനകത്ത് സമയം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ സമയം കൊണ്ട് കുറച്ച് ഒരു പാനിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും കുറച്ച് വെള്ളം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ട മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നിലവിൽ ഓൾറെഡി ഫയർഫോഴ്സിൻ്റെ ബാക്കപ്പ് ടീമുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് വന്ന ഒരു മത്സ്യത്തൊഴിലാളികൾ വന്നൊരു ബോട്ട് നമ്മൾ റിസർവായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഈ പാനിക് സിറ്റുവേഷൻ മാറിയതിന് ശേഷം മാത്രമേ അവരെല്ലാം റിലീവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസും എക്വിപ്ഡായിട്ടൊക്കെ. എന്തായാലും ഇപ്പോൾ ഡാം തുറന്നതിൻ്റെ ഒരു എഫക്റ്റ് ഇവിടെ 2 മണിക്കൂറിന് ശേഷമായിരിക്കും എത്തുക. പക്ഷേ അത് നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.